പ്രിയമുള്ളവരെ, എപ്പോഴും നമ്മൾ ഉടമ്പടി ധ്യാനത്തിൻ്റെ ഈ നിമിഷങ്ങളിലെ ദിവ്യ കുർബാനയിലെ ഈശോ ജീവനോടെ ജ്വലിച്ചു നിൽക്കുന്ന സമയം, പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി കനായിൽ എന്നതുപോലെ തൻ്റെ മാധ്യസ്ഥം തുടർന്നുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ ഒരു സമയമാണ്. നമ്മൾക്ക് കുറച്ച് ജീവിതത്തിലെ പല വ്യത്യസ്തങ്ങളായ കാലാവസ്ഥകൾ, അനുഭവങ്ങളുണ്ടാകും. എന്ത് നമുക്ക് അച്ഛനെപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ്, എന്ത് നമുക്ക് സംഭവിക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളത് എങ്ങനെയാണ് അതിൽ നിന്ന് ആ വിഷയത്തിൽ നമ്മൾ എന്തുമാത്രം അത് നമുക്ക് ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്നത് പോലെ ദൈവഹിതപ്രകാരം ആ വിഷയത്തിൽ നമ്മൾ എങ്ങനെയാണ് കൂടുതൽ ഗ്രേസ്ഫുള്ളാകണത്, അതാണൊരു വിഷയം. ഇപ്പോൾ നമുക്ക് അച്ഛൻ എപ്പോഴും നിങ്ങൾ പറയാറുള്ളതാണ്, 2 കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൽ നമുക്ക് ലഭിക്കും. എന്താണ് കിട്ടുന്നത്? ഒന്ന് കൃപ, രണ്ടാമത്തത് അനുഗ്രഹം. 2 കാര്യങ്ങൾ അല്ലേ? 2 കാര്യങ്ങളാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണത്? എന്തുകൊണ്ടാണ് 2 കാര്യങ്ങൾ ലഭിക്കുമെന്ന് പറയാൻ കാരണം, ശരിക്കും പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരൊറ്റ കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ചാലും കുരിശിൻ്റെ വഴി നടത്തിയാലും ഉരുളി നേർച്ച നടത്തിയാലും വി ആർ ഗോയിങ് ടു ഗെറ്റ് എ സിംഗിൾ ഗ്രേസ്. എന്താണത്? നമുക്ക് 1 കൊറിന്ത്യൻസ് അച്ഛൻ ഇടക്ക് പറയുന്ന വചനങ്ങളാണ്. 1 കൊറിന്ത്യൻസ് 1:24. എന്താണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയുമായ യേശു ക്രിസ്തു. അപ്പം 2 കാര്യങ്ങൾ നമുക്ക് ദൈവത്തിൽ നിന്ന് ലഭിക്കും. എന്ത് കിട്ടും? ഒന്ന് ജ്ഞാനം കിട്ടും, രണ്ടാമത്തെ എന്ത് കിട്ടും? ശക്തി. നിങ്ങളെപ്പോഴും ചോദിക്കുന്ന റിസൾട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കൊച്ചിന് അസുഖം ഉണ്ടായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ വീടില്ല, അത് വീട് ആണ് നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞ് നമ്മളിരിക്കുന്നത്. വീടല്ല കിട്ടുന്നത്, നമ്മൾക്ക് കിട്ടുന്നത് വീടല്ല. ഇപ്പം നമ്മുടെ കോശങ്ങൾക്ക് നമുക്ക് എന്താണ് നമ്മൾ കഴിക്കണത്? എന്താണ്? കപ്പ അല്ലെങ്കിൽ ചോറ് അല്ലെങ്കിൽ ചപ്പാത്തി കഴിക്കുന്നു. എന്നിട്ട് ചപ്പാത്തിയായിട്ടാണോ നമ്മുടെ ശരീരത്തിന് ഉള്ളിലിരിക്കണത്? അല്ല, അത് മിനറൽസായിട്ടായിരിക്കണത്. അത് മിനറൽസാണ്. ഈ ചപ്പാത്തിയിലുള്ള ഗോതമ്പിലുള്ള പ്രോട്ടീൻ മെറ്റാബോളിസം സംഭവിച്ച് അത് ദഹനപ്രക്രിയ പച്ചന പ്രക്രിയയിലൂടെ അത് അതിൻ്റെ ഓക്സിജൻ ഉൾപ്പെടെ ഉള്ളത് ഡൈവേർട്ടാക്കി എടുക്കും. ഓക്സിജൻ പോലും അതിൽ നിന്ന് കിട്ടും നമുക്ക്. പച്ചവെള്ളമൊക്കെ കുടിക്കുമ്പോൾ അതുകൊണ്ടാണ് ആൾക്കാർ പറയണത്, എന്നാ വെള്ളം കുടിച്ചാലും കുഴപ്പമില്ല, ജ്യൂസോ പാലോ കുടിച്ചോ, പക്ഷേ പച്ചവെള്ളം കുടിക്കുമെന്ന് പറയും. അത് ഓക്സിജൻ്റെ കണ്ടൻറ്റിൻ്റെ പ്രശ്നമാണ്. അപ്പോൾ ബോഡിക്ക് ആവശ്യമായ മെറ്റാബോളിസം നടക്കണമെങ്കിൽ പോലും കോശങ്ങൾ വർക്ക് ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. ഓക്സിജൻ നമുക്ക് കിട്ടിയിരിക്കുന്നത്, ഓക്സിജൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിലിണ്ടറിൽ നമ്മൾ ശ്വസിക്കാൻ വേണ്ടി ഒരു മൗത്ത് പീസൊക്കെ വെച്ച് ശ്വസിക്കുകയാണ് ഓക്സിജൻ. അല്ല, നമുക്ക് ആവശ്യമായ ഓക്സിജൻ നമ്മൾ ശ്വസനത്തിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്, പിന്നെ നമ്മുടെ ഭക്ഷണപാനീയങ്ങളിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ലഭിക്കണത് ചിലപ്പോൾ കുടിക്കണത് നമുക്ക് പച്ചവെള്ളമായിരിക്കും കുടിക്കണത്, പക്ഷെ അതിൽ നിന്ന് കിട്ടണത് ഓക്സിജനും അതുപോലെ തന്നെ ശരീരത്തിന് ആവശ്യമായ ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം കിട്ടും. ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെയല്ല. ഞാൻ ഉദ്ദേശിക്കുന്നത് ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കണ വീടല്ല, അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിൽ നമുക്ക് ലഭിക്കുന്നത് കുഞ്ഞുങ്ങളല്ല. ശരിക്കും പറയും ദൈവത്തിൽ നമുക്ക് അത് കുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെടുന്നതാണ്. നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ വചനങ്ങൾക്കും ഇപ്പം യോഹന്നാൻ 1:14 എന്താ പറയണത്? യോഹന്നാൻ 1:14 എന്താ പറയണത്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അല്ലേ? ഒന്ന് പറഞ്ഞേ, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. അപ്പോൾ വചനത്തിന് എപ്പോഴും കൺവേർഷൻ, മെറ്റാബോളിസം സംഭവിക്കും, കൺവേർഷൻ ഉണ്ടാവും. എന്താണ്? വചനത്തിന് സ്പിരിറ്റിനെ മെറ്റീരിയലാകാൻ പറ്റും. സ്പിരിറ്റിന് മെറ്റീരിയലായിട്ട് അതിൻ്റെ മെറ്റീരിയൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ വീട് കിട്ടുക എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ റിസൾട്ടാണ്. പക്ഷെ നമുക്ക് വീടായിട്ട് ദൈവം ഇങ്ങനെ കെട്ടിയിറക്കി തരികയില്ല ആകാശത്തുനിന്ന്
ഒരു വീട് കെട്ടിറക്കി തരികയല്ല. നമുക്ക് ലഭിക്കണ എന്താണ് അതിൻ്റെ ആ ദൈവം നമുക്ക് തരണത്? ഒന്നെങ്കിൽ ദൈവത്തിന് 2 കാര്യം നമുക്ക് തരാൻ പറ്റത്തുള്ളൂ. എന്താണ്? ഇപ്പം 1 കൊരിന്ത്യസ് 1:24 എന്താ നമ്മൾ കണ്ടത്? യേശു ക്രിസ്തു എന്താ, ആരാണ്? ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ജ്ഞാനവുമാണ്. ദൈവത്തിൻ്റെ ജ്ഞാനവും. അപ്പോൾ 2 ഫാക്കൽറ്റിയിൽ 2 റിസൾട്ടാണ് നമുക്ക് കിട്ടാനുള്ള സാധ്യത ദൈവത്തിൽ നിന്ന്. എന്താ കാര്യം? ദൈവത്തിലുള്ളതാണ് നമുക്ക് കിട്ടുന്നത്. ദൈവത്തിൽ എന്തുണ്ട്? 2 കാര്യങ്ങൾ ദൈവത്തിലുണ്ട്. ദൈവത്തിൽ ജ്ഞാനമുണ്ട്, ദൈവത്തിൽ ശക്തിയുണ്ട്. എന്താ സംഭവിച്ചാൽ ഒരേ സമയം തന്നെ ജ്ഞാനമെന്ന് പറയണത് എന്താണ്? ഈ നമ്മളെ തിയോളജിക്കൽ വെർച്യൂസ് എന്ന് പറയുന്ന വിശ്വാസം, പ്രത്യാശ, സ്നേഹം. ഞാൻ അതിൻ്റെ അകത്ത് ഒരെണ്ണം കൂടി കൂട്ടി വെച്ചിട്ടുണ്ട്. വെറുതെ കൂട്ടി മരത്തരം കാണിച്ചതല്ല ദൈവികമായ കാര്യങ്ങളോട്, മറിച്ച് വർഷങ്ങളായിട്ട് ജനങ്ങളെ ധ്യാനിപ്പിക്കുമ്പോൾ ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. ഇതെല്ലാം ഇഫക്റ്റ് ചെയ്യണ സമർപ്പണത്തിലാണ്. വിശ്വാസം ഉണ്ടായാലും നിങ്ങൾക്ക് സമർപ്പണമില്ലെങ്കിൽ ഒരു കഥയുമില്ല. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയണത്? മലക്കന്മാരുടെ ഭാഷ സംസാരിക്കാം, സ്നേഹമില്ലെങ്കിൽ ശൂന്യമാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് സമർപ്പണമെന്ന് പറയണത്. കാര്യം സമർപ്പണത്തിന് സ്നേഹം വേണം. സമർപ്പണം വെച്ചാൽ ഒരു സ്നേഹം തിയറട്ടിക്കലായിട്ട് നമുക്ക് സ്നേഹം ഉണ്ടാകാം. പക്ഷേ പ്രാക്ടിക്കൽ ലവ് എന്ന് പറയുന്നത് സമർപ്പണമാണ്. അത് നിങ്ങളത് കുറച്ചുകൂടി ധ്യാനിക്കുമ്പോൾ എനിക്കത് മനസ്സിലാകും. എല്ലാവർക്കും എല്ലാവരോടും എല്ലാത്തിനോടും എല്ലാം നമുക്ക് ഇപ്പോൾ പ്രപഞ്ചത്തിനോടും പരിശുദ്ധിയോടും ബന്ധുക്കളോടും സ്വന്തപ്പെട്ടവരോടും എല്ലാം നമുക്ക് സ്നേഹം ഉണ്ടാകാം. പല സ്നേഹങ്ങളും തിയറട്ടിക്കലാണ്. പരിസ്ഥിതിയോട് നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ഒരു പാമ്പ് നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ അടിച്ചു കൊല്ലും. ദാറ്റ് മീൻസ് അതായത് ദിസ് ഇസ് വെരി സിമ്പിൾ. ദാറ്റ് മീൻസ് നമുക്ക് പരിസ്ഥിതിയോട് സ്നേഹമാണെന്ന് പറയുന്നു, പക്ഷേ ഒരു പാറ്റ, ഇപ്പോൾ സായിപ്പിനൊക്കെ പാറ്റ എന്ന് പറഞ്ഞാൽ അവർ 4 കാലം വീണ് ഓടും. ഭയങ്കര പരിസ്ഥിതിയും ജീവജാലങ്ങളോടൊക്കെ റവണസൊക്കെ പറയുമെങ്കിലും ഒരു പല്ലിയെ കണ്ടാൽ അവൻ അപ്പം തന്നെ സൈക്കോയായി മാറും സായിപ്പ്. അതാണ് സംഭവം. അപ്പം അവിടെ എന്തോ എവിടെയോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. ദാറ്റ് മീൻസ് തിയറട്ടിക്കലി ഓക്കെ സ്നേഹമാണ്, പക്ഷേ വെൻ കം ടു ദി പ്രാക്ടിക്കൽ സൈഡ് നമ്മൾ ഫെയിലിയറായി പോകും. നമ്മൾ പല്ലിയെ കൊല്ലും, പാറ്റയെ കൊല്ലും, പാമ്പിനെ കൊല്ലും എല്ലാം. അപ്പം നമ്മൾ ഉടനെ സൈക്കോയായി മാറും. ഇത് ഈ വിഷയമുള്ളത് കൊണ്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് സ്നേഹം ആണെങ്കിലും സമർപ്പണത്തിലാണ് ആ വിഷയം ഇരിക്കണമെന്നുള്ളത്. ഇത് അമ്മയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് കിട്ടണതാണ്. പൗലോസ് അപ്പോസ്തലൻ ഈ പാഠം പഠിച്ചിട്ടില്ല, സത്യമായിട്ട് പഠിച്ചിട്ടില്ല. എന്താ കാര്യം? അമ്മയെന്ന് പറയുന്ന ആ ഒരു സംഭവം പൗലോസ് അപ്പോസ്തലൻ കണ്ടിട്ടില്ല. അവർ കണ്ടിരുന്നെങ്കിൽ പൗലോസിൻ്റെ ലേഖനങ്ങൾ ഇങ്ങനെ വരത്തില്ല. കാര്യം ഇത് നമുക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയ ലേഖനങ്ങൾ പൗലോസിൻ്റെ ആണ്. വിശുദ്ധ പൗലോസിൻ്റെ കൊണ്ടാണ് സഭ ആത്മീയ സ്പിരിച്വാലിറ്റി ഓഫ് ദി ചേർച്ച് അത് പ്രൊമോട്ട് അത് രൂപപ്പെട്ട് വരുന്നതും അത് കൈമാറ്റം ചെയ്യുന്നതും പഠനങ്ങൾ നടക്കുന്നതും എല്ലാം പൗലോസിൻ്റെ ആണ്, പൗലോസും യോഹന്നാനും. പക്ഷേ എപ്പോഴും പൗലോസ് പരിശുദ്ധ അമ്മയെ കൂടി കണ്ടിരുന്നെങ്കിൽ എന്ന് ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് ഓർത്തു പോകും. എന്താ കാര്യം വെച്ചാൽ ഈ സമർപ്പണം എന്നുള്ള സംഭവം സ്നേഹത്തിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് ഇവിടെ വെളിപ്പെടുത്തിയത് ആരാണ്? അമ്മയാണ്. അത് ജ്ഞാനമാണ്. നമ്മളെപ്പോഴും ലുത്തീനിയായി പറയും മേരി സീറ്റ് ഓഫ് വിസ്ഡം എന്ന് പറയും. എന്താണ് പറയുന്ന ആളിനും അറിയാൻ പാടില്ല, എഴുതിയ ആളിനും അറിയാൻ പാടില്ല. വാട്ട് ഇസ് ദാറ്റ്? സീറ്റ് ഓഫ് വിസ്ഡം. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. ഈ ബോധജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയും. എന്ത് പറയും? മലാഖയിലൂടെ എന്താണ്? അത്യുന്നതൻ്റെ ശക്തി നിന്നെ പ്രവർത്തിക്കുമെന്ന് പറയും. അപ്പോൾ ഉടനെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ഉള്ളത് ജ്ഞാനമാണ്. ഈ കൊടുത്ത പോയിൻ്റ് അച്ഛൻ പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും? ഒരു കാര്യം എങ്ങനെയാണ് സംഭവിക്കണത്? ലോകത്ത് എങ്ങനെയാണ് വചനം മാംസമാകണത്? എങ്ങനെയാണ് സ്പിരിറ്റ് മെറ്റീരിയലായിട്ട് കൺവേർട്ട് ചെയ്യണത്? അത് അമ്മ ചോദിച്ചത്. എങ്ങനെ സംഭവിക്കും? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും.
അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. പ്രൈസ് ദി ലോർഡ്. അതായത് ഇതിന് മറിയം കൊടുക്കുന്ന ഉത്തരം എന്തുകൊണ്ടാണ് അങ്ങനെ പറയണത്? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും എന്ന് പറഞ്ഞേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അത്യുന്നതന്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കും. അപ്പോൾ എന്തോ ഒരു പ്രവർത്തനമുണ്ട് അവിടെ, അല്ലേ? ഈ പ്രവർത്തനമാണ് വീടായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് മക്കളില്ലാത്തവർക്ക് മക്കളായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഈ പ്രവർത്തനമാണ് ജോലി ഇല്ലാത്തവർക്ക് ജോലിയായിട്ട് മാറണത്. ഈ പ്രവർത്തനമാണ് സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനമായിട്ട് മാറുന്നത്. പക്ഷെ നമുക്ക് കിട്ടണ സമാധാനമല്ല, നമുക്ക് കിട്ടണത് എന്താണ്? അത്യുന്നതൻ്റെ ശക്തിയാണ്. പിടിയോ? അപ്പം ദൈവത്തിൽ നമുക്ക് എന്താണ് കിട്ടണമെന്നുള്ളത് ആദ്യം അറിയണം. നിങ്ങൾ ഓർക്കരുത് വീട് കിട്ടി അല്ലെങ്കിൽ ജോലി കിട്ടിയെന്നല്ല പറയേണ്ടത്. നിങ്ങൾക്ക് എന്ത് കിട്ടി? ദൈവത്തിൽ നിന്ന് എന്താണ് കിട്ടണ വ്യക്തിക്ക്? ശക്തിയാണ് കിട്ടുന്നത്. അതാണ്. അതായത് 1 കൊരിന്ത്യസിൻ്റെ നമ്മൾ കണ്ട 1:24 എന്താണ്? യേശുക്രിസ്തു ആരാണത്? ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും. അപ്പോൾ ഒരേ സമയം തന്നെ ദൈവത്തിലുള്ള എന്താണുള്ളത്, പിതാവ് ദൈവത്തിൽ എന്താണുള്ളത്, പുത്രനായ ദൈവത്തിൽ എന്താണുള്ളത്, പരിശുദ്ധാത്മാവ് ദൈവത്തിൽ എന്താണുള്ളത്, അവർ സത്തയിൽ ഏകമാണ്. സത്തയിൽ ഏകമാണ്, ഒരേ സത്തയാണ്. അപ്പോൾ പുത്രനിലുള്ള സത്ത തന്നെയാണ് പിതാവായ ദൈവത്തിലുള്ളത്. പിതാവായ ദൈവത്തിലുള്ള സത്ത തന്നെയാണ് പരിശുദ്ധാത്മാവിലുള്ളത്. ഇത് രണ്ടും ഇൻഫിനിറ്റ് ആയത് കാരണം 3 ഇൻഫിനിറ്റ് ഉണ്ടാകത്തില്ല, ഒറ്റ ഇൻഫിനിറ്റ് ഉണ്ടാകത്തുള്ളൂ. ഞാനെപ്പോഴും നിങ്ങളോട് പറയുന്ന തിരുത്വം പറയുമ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ലളിതമായ ഒരു എന്താണ് പ്രതീകം അല്ലെങ്കിൽ എന്താണ് ഉദാഹരണം. ഞാൻ പറയാം, അത് ഐസ് കട്ട പോലെയാണ്. ഐസ് കട്ട പോലെയാണ്. കാരണം എന്താ? ഐസ് കട്ട ഇങ്ങനെ അങ്ങനെ പിടിച്ചു കഴിയുമ്പോൾ ഐസ് കെട്ടുന്ന മുകളിലോട്ട് കുറേ ആവി പോകും, കുറേ വെള്ളം ഇറ്റിട്ട് താഴേക്ക് വീഴും, കയ്യിലൊരു ഐസ് കട്ട ഇരിക്കുകയും ചെയ്യും. അപ്പോൾ എന്താണ്? ഈ പറന്നു പോണ ആവി എന്താണ്? അത് H2O ആണ്. 2 ഹൈഡ്രജൻ തന്മാത്രയും 1 ഓക്സിജൻ തന്മാത്രയുമാണ്. താഴേക്ക് വീണ വെള്ളം എന്താണ്? അതും H2O ആണ്. കയ്യിരിക്കുന്ന കട്ട എന്താണ്? അതും H2O ആണ്. സത്തയിൽ ഏകമാണ്, പക്ഷേ 3 ആൾ ദൈവത്തിനെ. അപ്പോൾ ഇതുപോലെ തന്നെയാണ് പിതാവിലുള്ളത്. എന്താണ്? ജ്ഞാനമാണ്. എന്തിൻ്റെ ജ്ഞാനം? തിയറിയാണ്, സിദ്ധാന്തം. ഈ ഗോളങ്ങളെയൊക്കെ ഉണ്ടാക്കിയ തിയറിയാണ്, മനുഷ്യനെ ഉണ്ടാക്കിയ തിയറിയാണ്. ഒരു സൈഗോട്ട് വളർന്ന് കുട്ടിയായി മാറാനുള്ള തിയറിയാണ്. ദൈവത്തിൽ അനന്തമായ ജ്ഞാനമാണുള്ളത്, അനന്തമായ ജ്ഞാനം. ഈ അനന്തമായ ജ്ഞാനവും പിന്നെന്താ ഉള്ളത്? ഈ അനന്തമായ ജ്ഞാനം ഫലത്തിൽ വരുന്നത്, മാംസമാകണത് എപ്പോഴും എന്തുകൊണ്ടാണ്? ശക്തി കൊണ്ടാണ്. ശക്തി കൊണ്ടാണ്. അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡ് അതാണ്. ഇനി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനവും ശക്തിയും ദൈവത്തിൽ നിന്ന് എങ്ങനെ എളുപ്പത്തിൽ നമ്മളിലേക്ക് വരുന്നുവാണ് ഉടമ്പടി പറയണത്. ഉടമ്പടി എന്താ നമ്മളോട് പറയണത്? അതായത് ദൈവം ഒരേ സമയം തന്നെ ജ്ഞാനമാണ്, അതേസമയം ശക്തിയാണ്. ഈ ജ്ഞാനം അല്ലെങ്കിൽ ശക്തി എതിലേക്കാണ് വരണത്? മനുഷ്യനിലേക്കാണ് വരണത്, അവൻ്റെ ജീവിതത്തിലോട്ട്. അത് എങ്ങനെ എളുപ്പത്തിൽ വരാം? ഇപ്പോൾ ഒരു കറണ്ടാണ്, നമ്മൾ പ്ലഗിൽ കുത്തുന്നു. ഒരു കമ്പ് കൊണ്ട്, ഒരു മരക്കമ്പ് കൊണ്ട് കുത്തിയാൽ നമുക്കറിയാം അതിന് എന്തുമാത്രം ചാലകശക്തി ഉണ്ടെന്ന്. നമുക്ക് വേണമെങ്കിൽ ഒരു ഇതുകൊണ്ട്, സാധാരണ വേറെ എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കൊണ്ട് അതിൽ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു. ഇനി ഒരു ചെമ്പ് കമ്പി കൊണ്ട് നമ്മൾ കുത്തുമ്പോൾ എന്തുമാത്രം കറണ്ട് കിട്ടുന്നു എന്ന് വെച്ചാൽ, മരിയൻ എന്ന് പറയണത്, ഉടമ്പടി എന്ന് പറയണത് മാക്സിമം പ്രസരണ നഷ്ടമില്ലാത്ത, സമയമെടുക്കാതെ എങ്ങനെ ഈ ജ്ഞാനവും ശക്തിയും നമ്മളിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു മെരിയൻ ഒരു സൂപ്പർ കണ്ടക്ടിവിറ്റിയാണ് ശരിക്കും. അതായത് ഒരു ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ശക്തിയും ഇതിൻ്റെ പ്രിൻസിപ്പിളും അമ്മയ്ക്ക് വെളിപ്പെട്ട് കിട്ടിയതാണ്. എന്താണ്? ഇതെങ്ങനെ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ എല്ലാ വിഷയങ്ങൾക്കും ഉണ്ടല്ലോ. എല്ലാ വിഷയങ്ങളും വന്ന് ദുർഘട ഘട്ടത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്, എങ്ങനെ സംഭവിക്കും? അപ്പോഴും ദൈവം പറയും. എന്താണ് പറയണത്?
ദൈവം പറയണത് അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്നാണ് പറയണത്. അപ്പോൾ അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയുമ്പോഴേ ഈ ശക്തി എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതിനെക്കുറിച്ച് മറിയത്തോട് പറയണില്ല. നിങ്ങളത് മനസ്സിലായോ? ഇപ്പോൾ ലൂക്ക 1:35 ഇതെങ്ങനെ സംഭവിക്കും 1:34 ചോദിക്കുമ്പോൾ 1:35 പറയും അത്യുന്നതിൻ്റെ ശക്തി നിന്നിൽ പ്രവർത്തിക്കുമെന്ന് പറയും. പക്ഷേ എങ്ങനെ പ്രവർത്തിക്കും, എന്ത് ചെയ്താൽ പ്രവർത്തിക്കും, എളുപ്പം പ്രവർത്തിക്കാൻ എന്ത് ചെയ്യണം, ഇങ്ങനെ പ്രവർത്തിക്കണം എന്തുമാത്രം സമയമെടുക്കും, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇതിന് എന്ത് ചെയ്യണം എന്ന് മറിയത്തോട് പറഞ്ഞിട്ടില്ല. പക്ഷേ മറിയം പറഞ്ഞു എന്താണ്, ഇതെങ്ങനെ പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, ഈ അത്യുന്ന ശക്തി പെട്ടെന്ന് പ്രവർത്തിക്കണമെങ്കിൽ, വചനത്തെ മാംസമായിട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് മറിയത്തിന് ആത്മജ്ഞാനം കൊടുത്തു. ഇതാണ് ജ്ഞാനമെന്ന് പറയണത്. അതാണ് ജ്ഞാനം. തിയറി, അതിൻ്റെ തിയററ്റിക്കൽ സൈഡ് കൊടുത്തു. ആദ്യം അതിൻ്റെ തിയററ്റിക്കൽ പേപ്പർ കൊടുക്കും. എന്താ കൊടുക്കണത്? മറിയത്തിന് വെളിപ്പെട്ടിരിക്കണത് എന്താണ്? അങ്ങനെ നിനക്ക് അത്യുന്നതിൻ്റെ ശക്തി ലഭിക്കണമെങ്കിൽ നീ സമർപ്പിക്കണം. അപ്പോൾ അതാണ് ജ്ഞാനം എന്ന് പറയുന്നതാണ്. മറിയത്തിന് ആരും പറഞ്ഞു കൊടുത്തതല്ല ഈ ജ്ഞാനം. മറിയത്തിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടിയതാണ്. എന്താണ്? ഇങ്ങനെ അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് സ്വയം സമർപ്പിതയാകണം. പിടിയിട്ടില്ലേ? അതാണ് ഈ സ്നേഹത്തെക്കാൾ വലുത് സമർപ്പണമാണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്.